ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കീപ്പിംഗ് അപ്പ് വിത്ത് കണ്ടംപററി എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, എന്താണ് കമേഴ്ഷ്യൽ സിനിമ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒരു അപ്ഡേറ്റിംഗ് ഉണ്ട് സാറിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ. ഇതെങ്ങനെയാണ് കഴിയണത്? ഇപ്പോൾ ചോദ്യം ചോദിച്ചത് ഈ ട്രെൻഡ് സെറ്റർ. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ട്രെൻഡ് എന്ന് പറയുന്നതിൻ്റെ പുറകിൽ പോകാത്ത ഡയറക്ടറാണ് ഞാൻ. ഇതിപ്പം ഞാൻ സിനിമ എടുക്കുമ്പം ഒരു ഹീറോ വന്നിട്ട് ഇതാണ് ഫാഷൻ, ഇപ്പം ഇതാണ് ഷർട്ടിൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് ഗോ, ആ ഫാഷൻ്റെ പുറകെ പോകത്തില്ല. എനിക്ക് മണ്ടത്തരം പറ്റി. കാര്യം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എടുക്കുമ്പോൾ അന്ന് ബെൽ ബോട്ടം ഫാഷനായിരുന്നു. മുടി ഇപ്പോൾ ഒരു ഓഹനി വെച്ചിരിക്കുന്ന പോലെ ഈ ചെവിയൊക്കെ മറച്ചിട്ടുള്ള മുടിയൊക്കെ. അപ്പം ഞാനത് അന്ന് ആ ഫാഷനെ ഫോളോ ചെയ്തു. ഇന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ ഫാഷൻ്റെ പുറത്ത് പോകാറില്ല, പഴമയെ ഞാൻ മുറുകെ പിടിക്കും. ഈ ഫാഷൻ്റെ പുറത്ത് പോകാറില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറെ കണ്ടിരിക്കുന്നത് ദിലീപ് കുമാറിനെ മാത്രമാണ്. ദിലീപ് കുമാറിൻ്റെ 1962 മധുമതി എടുത്തിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ പാൻസിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അന്നും അപ് ടു ഡേറ്റ് ആണ്, ഇന്നും അപ് ടു ഡേറ്റ് ആണ്. ആക്ടിങ്, ഹെയർ സ്റ്റൈല്, ഷർട്ട്, എവറിത്തിങ് ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റിന് ഇൻ്റലിജൻസ് ഒക്കെ വേണമെന്ന് പറയുന്നതാണ്. പക്ഷേ ഞാൻ കുറ്റം പറയുന്നത് ദേവാനന്ദൊക്കെ വലിയ ബ്രോഡ് കോളറൊക്കെ ആയിട്ട് വന്ന ആ കാലഘട്ടത്തിൽ പോകുമ്പോഴും ദിലീപ് കുമാർ എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ഫീൽഡുണ്ട്. അയാളുടെ ബെൽറ്റ് പോലും, അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ബെൽറ്റ് പോലും നമുക്കിന്ന് അരോചകമായിട്ട് തോന്നില്ല. നമ്മളിപ്പോൾ ചില 70s ബെൽറ്റൊക്കെ ഇട്ട് ഇത്രയും ഇതിലുള്ള ബെൽറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് അരോചകമില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കോണ്ടംപററി എന്ന് ഉപയോഗിച്ച വേർഡുണ്ടല്ലോ, ഞാൻ കാലഘട്ടത്തിനനുസരിച്ച് പോകുന്നു എന്നുള്ള തെറ്റാണ്. ഞാൻ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, ഞാൻ ചോദിച്ചത് ഈ ഫാഷൻ മാത്രമല്ല, ഒരു മെന്റാലിറ്റി ഒരു ചേഞ്ച് ഇല്ലേ? ഇതിനു മുമ്പ് പെണ്ണുങ്ങൾ വെളിയിൽ പോയി ജോലി ചെയ്യണതായിരിക്കും വലിയൊരു തെറ്റായിട്ടും അതും ഒരു പ്രോബ്ലം ആയിട്ട് ഒരു വീട്ടിൽ നമ്മളൊരു സിനിമ എടുത്തിട്ടോ, കുറേ സിനിമ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ സിദ്ദിഖിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു രാംജി റാവ് സ്പീക്കിങ്ങിൽ ആ ഒരു പ്രോബ്ലം ഇപ്പോൾ വെക്കാൻ പറ്റില്ല. ഒരു സൊസൈറ്റി ഈസ് ചേഞ്ചിങ് അല്ലേ, അതിൻ്റെ നീഡ്സും അതിൻ്റെ പ്രോബ്ലംസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഡയറക്ടേഴ്സ് അവിടെ തന്നെ സ്റ്റാഗ്നേറ്റ് ആയിപ്പോയവരൊക്കെ ഈ ഒരു സൊസൈറ്റിക്കും ഈ ഒരു മൈൻഡ് സെറ്റിനും ചേഞ്ച് ആകാത്ത ഡയറക്ടേഴ്സ് ഉള്ള സ്ഥിതിക്ക് താങ്കൾ അങ്ങനെയല്ലല്ലോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കൾച്ചറിനും ഈ ടെക്നോളജിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടിട്ട പാട്ടുകൾ തന്നെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പാട്ടിൻ്റെ സംഭവം മാറി. കാര്യം പാട്ട് വന്നിട്ട് കാറിനകത്ത് സ്റ്റീരിയോയിൽ ഭയങ്കര പെർഫെക്ഷനോടുകൂടി കേൾക്കുകയാണ്. അപ്പം അതിന് വേണ്ട റിതമും ആ സ്റ്റൈലും ഒക്കെ നമ്മൾ കൊടുത്തേ പറ്റും. പിന്നെ ഇപ്പം ഞാനിപ്പം ഇതിലാണെങ്കിലും ഫോട്ടോഗ്രാഫി അന്നത്തെ പോലെ മതി എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി നമ്മളോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ നിൽക്കണം. തീംസ് ഒന്നും ഒരിക്കലും മാറില്ല. തീംസും മാറില്ല, ഫാഷൻസും മാറില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺവീനിയൻസ് ഈസ് ദ ഫാഷൻ. എപ്പോഴും കൺവീനിയൻസ് ആണ് ഫാഷൻ. ഞാൻ മിക്കവാറും ഫാഷൻ്റെ പുറകെ പോവുകയാണെങ്കിലും അത് വളരെ കോൺക്രീറ്റ് ആയിട്ട് ആരെങ്കിലും ചെയ്ത് പ്രൂവ് ചെയ്ത സാധനം എടുക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യപുത്രിക്ക് അമലയ്ക്ക് അന്ന് ആ സൂര്യപുത്രി കാണാൻ വേണ്ടി കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടെ കിടന്ന് ഭയങ്കരമായിട്ട് ഓടിക്കേറി. കാര്യം അന്ന് അവർ കാണാൻ പോകുന്ന അമലയുടെ ഡ്രസ്സിൻ്റെ പാറ്റേൺ കാണാനാണ്. ഈ നോക്കത്താ ദൂരത്തിൽ ഗേളി എന്ന് പറയുന്ന നദിയുടെ ഡ്രസ്സിൻ്റെ പാറ്റേൺ കാണാനാണ്. ആ പാറ്റേണൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് മധുബാലയുടെ കയ്യിൽ നിന്നൊക്കെയാണ്. 1942 ഇംഗ്ലീഷ് പടങ്ങളിൽ നിന്ന്. അന്നത്തെ കളർ എനിക്കറിയില്ല. മധുബാലയുടെ ഇപ്പോഴും നമ്മൾ പറയുന്ന ചൂരിദാർ എന്നൊക്കെ പറയുന്നില്ലേ, ചൂരിദാർ എന്നൊക്കെ പറയുന്ന ആ ബോബ്ഡ് ഹെയർ, ഇപ്പൊ രോഹിണിയുടെ പോലുള്ള കട്ടിങ് ഒക്കെ മധുബാലയുടെ ആ കാലഘട്ടത്തിലുണ്ട്. പിന്നെ അതിൽ നിന്ന് ഏറ്റവും നമ്മൾ ഇങ്ങോട്ട് ചൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അന്ന് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആയതുകൊണ്ട് നമുക്ക് കളറിന്റെ കോമ്പിനേഷൻ അറിയില്ല. ആ ഒരു ക്രിയേറ്റിവിറ്റി വരണമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കുറേ അറിഞ്ഞിട്ടുണ്ട് that you take a lot of interest in dressing. ഡ്രസ് ഡിസൈനും കോസ്റ്റ്യൂം ഡിസൈനും. ഇപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, കോസ്റ്റ്യൂം ഡിസൈൻ എന്നിട്ട് പറഞ്ഞിട്ട് ടൈലർ അല്ലാത്ത ഒരു ആളിനെ കൊണ്ടുവന്നിട്ട് കളർ കോമ്പിനേഷൻ നോക്കണതും ആർട്ട് ഡയറക്ടറുമായിട്ട് ഒരു ഇത് വരുന്നത്. പക്ഷെ അപ്പോഴേ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനൊരു ഗ്രീൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ഡ്രസ് ഇട്ട് അധികം ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അന്നത്തെ കാലത്ത്. പണ്ട് ഈ കളർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഉദയ സ്കൂളാണല്ലോ, അപ്പോൾ കളർ ഇറങ്ങിയ സമയത്ത് അന്നത്തെ ക്യാമറാമാന്മാർ പറയും
ഔട്ട്ഡോറിൽ പോകുമ്പോൾ ഗ്രീൻ ഇടരുത്, ഗ്രീനുമായിട്ട് മെർജ് ആവും. ഞങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണത്. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയപ്പോഴാണ്, ഞാൻ നോക്കിയപ്പോൾ യൂണി കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ചെയ്തു. അതായത് മഞ്ഞ ബെഡ്ഷീറ്റിൽ മഞ്ഞ ചുരിദാർ ഇട്ട് നദിയാ കിടക്കുന്നു, ഗ്രീൻ വയലിലൂടെ ഗ്രീൻ ഡ്രസ് ഇട്ട് അവർ നടക്കുന്നു. അതൊക്കെ ഒരു എക്സ്പെരിമെന്റ് പോലെ അങ്ങോട്ട് ചെയ്തു നോക്കിയതാണ്, അതൊക്കെ ഫലിക്കുകയും ചെയ്തു. അതേമാതിരി ഐ തിങ്ക് മ്യൂസിക്കും വളരെ ടേസ്റ്റ് ഉള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ പാട്ടുകളും ദർ ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഇൻ യുവർ ഫിലിംസ്. സ്ട്രൈക്കിംഗ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ഹൗ ഡു യു ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ദി മ്യൂസിക് ഡയറക്ടേഴ്സ്? ഇല്ല, ഇതിനകത്തും എനിക്ക് എൻ്റെ പൂർവികരോടാണ് താങ്ക്സ് പറയേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡിന് എൻ്റെ മനസ്സിനെ പിന്നെ ഭയങ്കരമായിട്ട് കോൺക്വർ ചെയ്തിട്ടുള്ള എൻ്റെ ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ചില ട്യൂണുകൾ അത് ഞാൻ വിടാറില്ല. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് രോഹിണിക്ക് അറിയാൻ പറ്റുമോയെന്നറിയില്ല. ഇപ്പം ഈ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ ഭയങ്കര ഈണത്തിൽ പാടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ടില്ല ഒരു തീം സോങ് വേണം, ഒരു ഹോണ്ടിങ് സോങ് വേണം. അപ്പോൾ ജെറി അമൽദേവും ബിച്ചു തിരുമല ഇരുന്നിട്ട് അതങ്ങ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല, സത്യമായിട്ടും തൃപ്തി വരുന്നില്ല. ഒരു 8-10 ദിവസം ഇരുന്നു. 8-10 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പിരിഞ്ഞിട്ടൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിരിയാന്ന് പറഞ്ഞ സങ്കടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വന്ന വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമല കട്ടിലിൽ കിടന്നിട്ട് ചങ്ങമ്പുഴയുടെ ഒരു കവിത പാടി, നല്ല ഈണത്തിൽ. ശ്യാമളേ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ. ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് വേണ്ടത്, ഈ മൂഡാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. 5 മിനിറ്റിനകം 1000 കണ്ണുമായി എന്ന് പറഞ്ഞ് സാധനം വന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അതുണ്ട്, ദൈവമേ കൈതൊഴാൻ കാത്തി. അത് ഇപ്പം എല്ലാത്തിനകത്തും ടെക്നോളജി. ഇപ്പം റഹ്മാൻ്റെ മുക്കാബല ലൈല എന്ന് പാടുന്ന പാട്ട് സത്യത്തിൽ മുകേഷിൻ്റെ പ്യാറുവായിക്ക് ആ മെലഡി എന്ന് പറഞ്ഞ സാധനം കൊണ്ട് കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് അതിന് ആടയാഭരണങ്ങൾ അണിയിക്കുകയാണ്. ഞാനും ചെയ്യുന്നത് തന്നെയാണ് ബേസിക്കലായിട്ടില്ല. ചിലപ്പോൾ കോപ്പി അടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കോപ്പി അടിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ 1000 കണ്ണുമായി എന്നുള്ള പാട്ട് അത് ഹിറ്റായി. അത് പിന്നെ തമിഴിൽ വന്നപ്പം ഇളയരാജ വന്ന് പൂവേ പൂച്ചൂടവാ എന്ത നെഞ്ചിൽ പാൽവാ അതിട്ടു. അതും വളരെ ഹിറ്റായി. കാര്യം ആ പൂവേ പൂച്ചൂട എന്ന് പറയുന്നത് മലർന്നും മലരാക ആ ഒരു മൂഡാണ്. അപ്പോൾ ഈ സോങ് എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ തളയ്ക്കുന്ന ഒരു മെലഡി കിടപ്പുണ്ട്. അത് ബ്ലഡിലുള്ളതാണ്. അത് കാലഘട്ടത്തിൽ മാറിപ്പോവില്ല, ഒരിക്കലും മാറില്ല. ഇപ്പം അതായത് ഈ പിന്നെ ചന്ദ്രമുഖി എന്ന് പറഞ്ഞൊരു പടം ഓടുന്നു. അതിനകത്ത് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ് അത്തിന്തോ തിന്തോ നിന്തോ. അപ്പം ഞാനൊരിക്കലൊരു പ്രോഗ്രാമിന് കൊണ്ടുപോയപ്പം മലയാളത്തിലെ പ്രാചീന കലാരൂപങ്ങളുടെ മുടിയാട്ടം, കുത്തിയോട്ടം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കലാരൂപങ്ങളുടെ സർപ്പം തുള്ളൽ ഇതിൻ്റെയൊക്കെ എടുത്തു. അതിനകത്ത് ഒരു മുടിയാട്ടത്തിൻ്റെ ഒരു സാധനമാണ് അത്തിന്തോ തിന്തോ. അത് അതേപോലെ വിദ്യാസാഗറിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഹിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാട്ടിൻ്റെ കാരണം എന്ന് പറയുന്നത് പുതുതായിട്ടൊന്നും ഇൻവെൻറ്റ് ചെയ്യുന്നില്ല. സംഗീതം എന്ന് പറയുന്നത് ഉണ്ടായതല്ല, ഉണ്ടാക്കാൻ പറ്റും. അതിവിടെ കിടപ്പുണ്ട്.